പാലക്കാട് 6000 രൂപ കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കത്തെ ചൊല്ലി സുഹൃത്തിനെ കൊലപ്പെടുത്തിയ യുവാവ്. പാലക്കാട് വടക്കഞ്ചേരിയിലാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. അഞ്ചുമൂർത്തി മംഗലം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സുഹൃത്തായ വിഷ്ണു പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കൊല്ലപ്പെട്ട മനു ഈ പ്രതിയായിട്ടുള്ള വിഷ്ണുവിൽ നിന്നും 6000 രൂപ കടം വാങ്ങുന്നു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ പിന്നീട് തർക്കമുണ്ടാകുന്നു. അത് കൊലപാതകത്തിൽ കലാശിക്കുന്നു. ഇതാണോ പോലീസ് നൽകുന്ന വിവരം? ടോം, നിലവിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അതാണ്. കാരണം ഈ മനു 6000 രൂപ വിഷ്ണുവിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വിഷ്ണു തിരിച്ചാവശ്യപ്പെട്ടിരുന്നു. പക്ഷെ മനു അത് തിരികെ നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വീടിന് സമീപത്തുള്ള പാടത്ത് വെച്ച് ഇരുവരും തമ്മിൽ ഇതേക്കുറിച്ചുള്ള ഒരു സംസാരം ഉണ്ടാകുന്നത്. പിന്നീട് ആ സംസാരം വാക്കുതർക്കത്തിലേക്ക് എത്തുകയും കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സുഹൃത്തായ വിഷ്ണു തന്നെയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇയാളുടെ ഇനി മനുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. അതിന്റെ അടക്കം വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ വീടിന് സമീപത്തുള്ള പാലക്കാട് അഞ്ചുമൂർത്തി വീടിന് സമീപത്തുള്ള പാടത്തേക്ക് ഇരുവരും എത്തുന്നതും അതിനെ തുടർന്ന് പിന്നീട് സംസാരം ഈ കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഉണ്ടാകുന്നതും ഈ പണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരികെ ചോദിച്ചിട്ടും നൽകാത്തതിനെ തുടർന്ന് അതിലൊരു പ്രതികരണം നൽകാത്തതിനെ തുടർന്നാണ് അത് വാക്കുതർക്കത്തിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പിന്നീട് ഉണ്ടായ കത്തിക്കുത്തിൽ അത് കലാശിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ കത്തി ഈ പ്രതി വിഷ്ണു കയ്യിൽ കൊണ്ട് നടന്നിരുന്നോ, ഒരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് വാക്കുതർക്കം പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ടോം, അങ്ങനെ ഒരു തർക്കം ഇരുവരും തമ്മിൽ മറ്റേതെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ, അതോ ഈ പണവുമായി ബന്ധപ്പെട്ട കടം കൊടുത്ത പണവുമായി ബന്ധപ്പെട്ട തർക്കം തന്നെ ആയിരിക്കാം കൊലപാതകത്തിന് കാരണമായി പറയുന്നത്? പക്ഷേ ഇങ്ങനെയൊരു കത്തി കൈവശം വെച്ച് അവിടെ എത്തുന്നു, അങ്ങനെയെങ്കിൽ അത് ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് തന്നെ കരുതേണ്ടതല്ലേ ഷംന? തീർച്ചയായും ടോം, അത് തന്നെയാണ്. കാരണം ഈ വീടിന് സമീപത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് എവിടെ നിന്നാണ് കത്തി ഉണ്ടായിരുന്നത്? ആസൂത്രിതമായ കൊലപാതകമായിരുന്നോ, കരുതിക്കൂട്ടി ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നോ മനുവിനെ വിളിച്ചു വരുത്തിയത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ പ്രതി വിഷ്ണു നേരത്തെയും മറ്റെന്തെങ്കിലും കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിവരം പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. ഈ ഒരു പണമിടപാട് സംബന്ധിച്ച തർക്കം മാത്രമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റേതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? കാരണം നമുക്കറിയാം, ഈ അടുത്തിടെ പുറത്തു വന്ന പല വാർത്തകളും, പല കൊലപാതക കേസും പരിശോധിച്ചാൽ അവിടെ ലഹരിയുടെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെയൊക്കെ ഉപയോഗമാണ് പലരെയും അക്രമികളും കൊലയാളികളുമാക്കി മാറ്റുന്നത്. ഇവിടെ അത്തരമൊരു സാഹചര്യമുണ്ടോ? ഈ പ്രതികൾ ലഹരിയോ മദ്യമോ മറ്റോ ഉപയോഗിച്ചിരുന്നോ? ഇതേ തുടർന്നുണ്ടായ ഏതെങ്കിലും തർക്കം പിന്നീട് അത് പ്രകോപനമായി മാറുന്നു, കൊലപാതകമായി മാറുന്നു, അങ്ങനെ കരുതണോ? അതോ ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകം അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ഷംന? ടോം, നിലവിൽ ഈ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസ് നൽകിയിട്ടില്ല. കാരണം ഇപ്പോഴും പോലീസ് പറയുന്നതനുസരിച്ച് ഇരുവരും തമ്മിൽ മുൻവൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിഷ്ണു വിളിച്ചപ്പോൾ മനു രാത്രിയിൽ തന്നെ ചെന്നതും സംസാരിച്ചതുമൊക്കെ. പക്ഷേ ഈ 6000 രൂപ കടം നൽകിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ വിഷ്ണു തിരികെ ആവശ്യപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ മാത്രം മനു കൃത്യമായ ഒരു മറുപടി കൊടുത്തിരുന്നില്ല. 6000 രൂപ തിരികെ നൽകാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതേ തുടർന്നുള്ള വാക്കുതർക്കം മാത്രമാണ് നിലവിൽ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന പല കൊലപാതകങ്ങളും പ്രതികൾ ലഹരിക്ക് അടിമകളായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സാധ്യത ഇതിലുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ്
വെറും 6000 രൂപയുടെ പേരിൽ സുഹൃത്തിനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയത്. ഈ 6000 രൂപ സുഹൃത്തിന് യുവാവ് കടം നൽകിയിരുന്നു. ആ പണം തിരികെ ചോദിച്ചപ്പോൾ അത് തിരികെ നൽകിയില്ല. പിന്നീട് കൊലപ്പെടുത്തുകയായിരുന്നു. ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണോ നടന്നത്? ഇതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും ഏറെ നടുക്കമുണ്ടാക്കുന്നൊരു വാർത്ത തന്നെയാണ് വന്നത്. കാരണം നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ സുഹൃത്തുക്കൾ തമ്മിൽ അക്രമവും കൊലപാതകമൊക്കെ ഉണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്നുണ്ട്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കലാശിക്കുന്നുണ്ട്. ഈ സംഭവത്തിന്, പാലക്കാട്ടെ യുവാവിൻ്റെ കൊലപാതകത്തിന് പിന്നിലും ഇത്തരം കാര്യങ്ങളുണ്ടോ, ലഹരിയുടെയോ മദ്യത്തിൻ്റെയോ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കേണ്ടതാണ്.